ഹായ് ഗൈസ്, എല്ലാവർക്കും BSc ഗേളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം പ്രാക്ടീസ് ചെയ്ത് വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 32/25 VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ സി സർദാർ KM പണിക്കരാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ എന്നതാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി ഇന്ത്യയും ചൈനയുമാണ്. 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചവർ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലും ഝാൻസിയിൽ ഝാൻസി റാണിയുമായിരുന്നു. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 193 അംഗങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിലുള്ളത്. ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക് മുതലായവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹർമാറ്റൻ. ഇവിടെ ചക്രവാദമാണ് പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത്. ചിനൂക്ക് റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന ഒരു പ്രാദേശികവാദമാണ്. ലൂ ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റനാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശിലകളെ പ്രധാനമായിട്ടും ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില എന്ന് പറഞ്ഞ് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആഗ്നേയശിലയാണ് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത്. അത് പൊടിഞ്ഞിട്ടാണ് അവസാദശിലകൾ ഉണ്ടാവുക. ഇവയ്ക്ക് കെമിക്കലായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. അതിനാൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ബാക്കി ആഗ്നേയശിലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് ബസാൾട്ട്. ഇത് ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഇവ 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. എന്താണ് ക്ലിഫ്? ക്ലിഫ് ഒരു തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണെന്ന് തിരിച്ചറിയുക. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായ്, മണൽമേടുകൾ. ഇവിടെ ഓപ്ഷൻ സി ടെറായ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി കോഴിക്കോട്, അത് ശരിയാണ്. ഷോളയാർ തൃശൂർ, അതും ശരിയാണ്. ശബരിഗിരി പത്തനംതിട്ട, ശരിയാണ്. കല്ലട കൊല്ലം, ശരിയാണ്. ഇവിടെ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ്. ചുവടെ തന്നിരിക്കുന്ന നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.
ജനുവരി 1, 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിരുന്നു നീതി ആയോഗ് നിലവിൽ വന്നത്. ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യവും വൈസ് ചെയർമാൻ സുമൻ ബെറിയുമാണ്. ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതും പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതുമാണ് ശരിയായിട്ടുള്ളത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഉൾപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായി പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇവിടെ 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന എന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നവയല്ല. അതിനാൽ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ചാണക്യൻ അർത്ഥശാസ്ത്രം, അത് ശരിയാണ്. അമർത്യ സെന്നിൻ്റെയാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. മഹാത്മാഗാന്ധിയുടേതാണ് ട്രസ്റ്റിഷിപ്പ്. ദാദാഭായ് നവറോജിയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ തെറ്റായിട്ടുള്ളത് ദാദാഭായ് നവറോജിയുടെയാണ്. മിച്ച മൂല്യ സിദ്ധാന്തമല്ല, ദാദാഭായ് നവറോജിയുടേത് ചോർച്ചാ സിദ്ധാന്തമായിരുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? 2024 പത്മവിഭൂഷൺ ലഭിച്ചത് ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യത്തിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉൽപാദന ഘടകങ്ങൾ പ്രധാനമായിട്ടും ഭൂമി, മൂലധനം, സംരംഭകത്വം, തൊഴിൽ എന്നിങ്ങനെയാണ്. ഇവിടെ മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഇവിടെ ആദ്യത്തെ 2 പ്രസ്താവനകളും ശരിയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമല്ല, പലിശയാണ്. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇവരെല്ലാവരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നല്ല അറിയപ്പെടുന്നത്. ചണനാരിനെ ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നത് പരുത്തിയാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. 52ാമത്തേത് കൂറുമാറ്റ നിരോധന നിയമമാണ്. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി.
ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഇവിടെ 3/2 ഭാഗമല്ല, 1/3 ഭാഗമാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇവിടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. അവയുടെ പ്രാധാന്യം എന്താണെന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിലിൽ തുല്യ അവസരം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവുമാണ് 4-ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം എന്നിവ 4-ാം അധ്യായത്തിൽ വരുന്നവയാണ്. ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ വരുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ. അതിനാൽ അതിൽ ഉൾപ്പെടുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതും ഏകീകൃത സിവിൽ നിയമവും. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി സി വിജിൽ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളവ. യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധവും ആണവോർജവും വരുന്നത്. കൃഷിയും മത്സ്യബന്ധനവും വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് മദ്യനിയന്ത്രണവും ബാങ്കിങ്ങും കൺകറന്റ് ലിസ്റ്റിലല്ല വരുന്നത്. മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലുമാണ് വരുന്നത്. ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് വിദ്യാഭ്യാസം, വാഹനം, വനം, വൈദ്യുതി, ക്രിമിനൽ നിയമം, കുടുംബാസൂത്രണം. അവയെല്ലാം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി കിരൺ റിജിജു ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇവിടെ 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ 11 അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഇവിടെയെല്ലാം ശരിയാണ്. വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ എ ഫെബ്രുവരി 2 കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? തൊഴിൽ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി വി ശിവൻകുട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്?
2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി NS മാധവനാണ്. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഇവിടെ ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, ഡെൻഡെയ്ൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഇവിടെ ഇനാമലും ഡെൻഡെയ്നും തമ്മിലുള്ള എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആണ്. ഡെൻഡെയ്ൻ ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പൾപ്പ് ക്യാവിറ്റിയാണ് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. സിമന്റമാണ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ഇവിടെ ശരിയായിട്ടുള്ളവ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ജീവകം ഇ ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ എലിപ്പനി, ലെപ്റ്റോസ്പൈറ എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അമൃതം ആരോഗ്യം എന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി. അതിനാൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടിറ്റനസ്. ഇവിടെ ജനിതക രോഗങ്ങൾ ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയുമാണ്. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. സമുദ്രത്തെ പ്രധാനമായിട്ടും 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യൂഫോട്ടിക്, ഡിസ്ഫോട്ടിക്, എഫോട്ടിക്. ഇവിടെ യൂഫോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരിതലവും 200 മീറ്റർ വരെയാണ് യൂഫോട്ടിക് മേഖല. അതിനാൽ ആ പ്രസ്താവന ശരിയാണ്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെയുള്ളതാണ് എഫോട്ടിക് മേഖല. അത് എഫോട്ടിക് മേഖലയല്ല, ഡിസ്ഫോട്ടിക് മേഖലയാണ് 200 മുതൽ 100 മീറ്റർ വരെയുള്ളത്. 1000 മീറ്ററിനും താഴെ വരുന്നതാണ് എഫോട്ടിക് മേഖല. ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെയുള്ളത് യൂഫോട്ടിക്. രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഇവിടെ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയുമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ളത് യൂഫോട്ടിക് മേഖല, 200 മീറ്ററിനും താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഉപരിതലം മുതൽ 200 വരെയുള്ളത് യൂഫോട്ടിക്, അത് ശരിയാണ്. 200 മീറ്ററിനും 1000 മീറ്ററിനും വരെയുള്ളത് എഫോട്ടിക് മേഖലയല്ല, ഡിസ്ഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെയുള്ളതാണ് എഫോട്ടിക് മേഖല. അതിനാൽ ഇവിടെ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിൽ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള MEN 5CV വാക്സിൻ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള MEN 5CV വാക്സിൻ നിർമ്മിച്ചത് നൈജീരിയയായിരുന്നു. അതിനാൽ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചിട്ടാണ്. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നതാണ്. മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇവിടെ
ഓപ്ഷൻ സി സെക്കൻഡ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? കോൺകേവ് ദർപ്പണമാകുമ്പോൾ മൈനസ് ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ എ -8 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഓപ്ഷൻ എ മുംബൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഓപ്ഷൻ ബി ഇറ്റലിയാണ്. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ച ചുവരിൽ തിളക്കത്തിന് കാരണം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റിന്റെ രൂപീകരണം മൂലമാണ് കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ചേർക്കുമ്പോൾ FeCl3യും H2വും ഉണ്ടാകുന്നു. ഇവിടെ ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്. S, P, D, F എന്നിങ്ങനെയാണ് സബ്ഷെല്ലുകൾ ഉള്ളത്. അതിൽ എസിൽ ഉൾക്കൊള്ളാവുന്നത് 2 ഇലക്ട്രോണുകൾ, പിയിൽ ഉൾക്കൊള്ളാവുന്നത് 6 ഇലക്ട്രോണുകൾ, ഡിയിൽ ഉൾക്കൊള്ളാവുന്നത് 10 ഇലക്ട്രോണുകൾ, എഫിൽ ഉൾക്കൊള്ളാവുന്നത് 14 ഇലക്ട്രോണുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിന്റെ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? ഇവിടെ ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓക്സൈഡിന്റെ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏതു വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഓപ്ഷൻ ബി ചാൾസ് നിയമം അനുസരിച്ചിട്ടാണ്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ സി കാക്കനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ഓപ്ഷൻ സി PJ ആന്റണി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമുന. ഇവിടെ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. OV വിജയൻ നിർമ്മിച്ച കഥാപാത്രമാണ് മൈമുന. മൈമുന എന്നത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണനാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഷാജി N കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ് ആണ്.
പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് വെബ് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഓപ്ഷൻ ഡി. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു LAN ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി റൗട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? IT ആക്ട് 2000-ലാണ് നിലവിൽ വന്നത്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി CERT-നാണ്, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം ഇവയിൽ നിന്നും കണ്ടെത്തുക. പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, സ്കാനർ. ഇവിടെ ഇൻപുട്ട് ഉപകരണം സ്കാനർ മാത്രമാണ്. പ്രിന്ററും പ്ലോട്ടറും സ്പീക്കറും ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? പോക്സോ നിയമം 2012 പ്രകാരം ഒരു കുട്ടിയായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? കേന്ദ്ര ഉപഭോക്തൃ സമിതി ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും മീറ്റിംഗ് കൂടിയിരിക്കണം. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമാണ്. 2019 ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയുമായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് 150 പേർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Modern technology makes it easier than ever to eavesdrop on the electronic communication. Find the option that is closest in meaning to the underlined word. Eavesdrop എന്ന് പറഞ്ഞാൽ to listen secretly to a private conversation എന്നാണ്. Do you remember the passenger who travelled yesterday without a ticket? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. Martin ate the amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective. ഇവിടെ superlative form of the adjective വരുന്നത് least ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of idiom underline. An arm and a leg എന്ന് പറഞ്ഞാൽ expensive എന്നതാണ് അർത്ഥം. Which one of the following word is an example of compound word consisting a verb plus adverb pattern? ഇവിടെ verb plus adverb പാറ്റേണിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ ആണ്. The descendants of the royal family still
preserve their tradition and cultural heritage. Pick out the correctly spelled word. ഡിസെൻഡൻസിൻ്റെ കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഓപ്ഷൻ ബി ആണ്. ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്. ഇവിടെ ഓപ്ഷൻ ഡി ഡിഡിൻറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസ് ദ വിൻഡോ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. The principal ordered a ream of paper to print the students' hall tickets. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മാനേജർ ആസ്ക്ഡ് രാജി, why didn't you come to the office yesterday? മാനേജർ ആസ്ക്ഡ് രാജി why she hadn't come to the office the previous day. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. വിൻ പ്ലസ് തലം, ഇവിടെ സന്ധി ഏതാണ്? വിൻ പ്ലസ് തലം വിണ്ടലം ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ക്ലീബം എന്നത് ഒരു നപുംസകമാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? സാമുദ്രം, അക്ഷീപം, വസിരം, മഞ്ഞ്. ഇവിടെ മഞ്ഞാണ് കൂട്ടത്തിൽപ്പെടാത്തത്. സാമുദ്രവും അക്ഷീപവും വസിരവും ഉപ്പിൻ്റെ പര്യായ പദങ്ങളാണ്. ശരിയല്ലാത്ത വിപരീത രൂപം ഏതാണ്? ഇവിടെ ശരിയല്ലാത്ത വിപരീത രൂപം ഉപജയം അപജയം എന്നതാണ്. അണിയം, അമരം, ആധാനം, പ്രധാനം, വൃഷ്ടി, സമഷ്ടി എന്നിവ ശരിയായിട്ടുള്ള രൂപങ്ങളാണ്. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ്? ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ആ, ഇ, എ എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നതാണ്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? നേതാവ്, നേത്രി എന്നത് ശരിയാണ്. വിദ്വാൻ, വിദൂഷി എന്നത് ശരിയാണ്. അപായം, ഉപായം എന്നതും ശരിയാണ്. കവി, കവയിത്രിയല്ല, കവയിത്രിയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ഒറ്റപ്പദം പിപഠിഷു എന്നതാണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് എന്താണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ മാത്രം പറയുന്നതാണെങ്കിൽ അതിനെ സലിംഗ ബഹുവചനം എന്ന് പറയുന്നു. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ് എന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.